ചെറിയ കാര്യങ്ങൾക്ക് പോലും ആരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്? ആരാണ് സമ്പാദ്യം മുഴുവൻ ഷോപ്പിങ്ങിനായി ചെലവഴിക്കാൻ? പിന്തുടരുന്നതിലും പിടിക്കപ്പെടാതെ അത് ചെയ്യുന്നതിലും ആരാണ് വിദഗ്ധൻ? ഗ്രൂപ്പിൽ വല്ലപ്പോഴും ഒക്കെ വന്ന് ഒരു ഡയലോഗ് ഇട്ടിട്ട് മിന്നൽ പോലെ അപ്രത്യക്ഷമാകുന്ന ആൾ ആരാണ്? മറ്റുള്ളവരുടെ ചാറ്റ് ഹിസ്റ്ററിയും സ്ക്രീൻഷോട്ടുകളും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ആരാണ്? പഴയ തമാശകൾ ആലോചിച്ച് ആരും ഇല്ലാത്തപ്പോഴും തനിയെ ജീവിക്കുന്നതാരാണ്? യാത്ര പോകുമ്പോൾ വഴിതെറ്റിയാലും ഇതാണ് ശരിക്കുള്ള വഴി എന്ന് പറഞ്ഞു എല്ലാവരെയും കാട്ടിക്കൊണ്ടുപോയി പറയാൻ സാധ്യതയുണ്ടായിരുന്നു. ട്രിപ്പ് പോകാൻ പ്ലാൻ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുകയും വണ്ടി എടുക്കാറാകുമ്പോൾ സുഖമില്ലെന്ന് പറഞ്ഞു മുമ്പേയും ചെയ്യുന്നത് ആരാണ്? ഒരു ചെറിയ യാത്രയ്ക്ക് പോകുമ്പോൾ പോലും വീട് മാറുന്നത് പോലെ വലിയ ബാഗും തൂക്കിലിരുന്നത് ആരാണ്? പെട്ടെന്ന് ഒരു ദിവസം ആരെയും അറിയിക്കാതെ കല്യാണം കഴിച്ച് എല്ലാവരെയും ഞെട്ടിക്കാൻ സാധ്യതയുള്ള ആരാണ്? പെട്ടെന്ന് ഒരു ദിവസം സന്യാസിയാകാൻ പോവുകയാണെന്ന് പറഞ്ഞു ഗ്രൂപ്പ് വിട്ടു പോകാൻ സാധ്യതയുള്ളതാരാണ്? ഗ്രൂപ്പിലാണെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതിൽ എങ്ങനെയെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് കൈകാര്യം നോക്കുന്ന ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരെക്കാളും മുന്നിൽ നിന്ന് തീയതിയും റൂട്ടും വരെ ഫിക്സ് ചെയ്തിട്ട് എനിക്ക് വീട്ടിൽ ചെറിയൊരു പണിയുണ്ട് മക്കളെ. ഫ്രണ്ട്സിന്റെ പഴയ കാലത്തെ കോമഡി ഫോട്ടോകളും അലമ്പ് ലുക്കിലുള്ള ചിത്രങ്ങളും ഫോണിൽ സൂക്ഷിച്ചു വെച്ച് കറക്റ്റ് അവരുടെ ബർത്ത്ഡേക്ക് ഗ്രൂപ്പിലേക്ക് ആയിരിക്കുന്ന